മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ദിയ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2025 ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമല്ലോ എന്നുള്ളത് മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എന്ത് തന്നെ വന്നാലും, അത് സൂംബ ഡാൻസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സമയമായിക്കൊള്ളട്ടെ, അങ്ങനെ ഏതൊരു വിഷയം വന്നാലും അതിനെയൊക്കെ തന്നെ അത് ഏത് തരത്തിൽ ഗുണം ചെയ്യുന്നു എന്ന് പോലും നോക്കാതെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തെയും വലിയ എതിർപ്പോടെയാണ് നോക്കിക്കാണുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിക്കാനുള്ളൊരു യന്ത്രമായിട്ടാണ് ഒരുപാട് ആളുകൾ കാണുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിൽ ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരിച്ചറിവിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ തന്നെ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെയൊക്കെ എതിർക്കുന്നവർ പറയുന്നത് എന്നൊന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് ഉദാഹരണമായിട്ട് കുറച്ച് കമന്റുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുക. അതേസമയം ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് ഡോക്ടർ ഷിംന അസീസ് രംഗത്തെത്തിയിട്ട് അവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഇതിനെ സ്വീകരിച്ചത് എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടുള്ളൊരു വോയിസും നമുക്ക് ഇതിൽ മുന്നോട്ട് വെക്കാം. നമുക്ക് ആദ്യം തന്നെ സകലതിനെയും എതിർക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ കമന്റ് ആണ്, അത് എങ്ങനെ സംഭവിച്ചു? നമ്മുടെ നാട്ടിൽ ആദ്യമായി കേൾക്കുന്ന വാർത്തയാണല്ലോ ഒരു പെണ്ണ് പ്രസവിക്കുന്നത്. ലോകാവസാന ലക്ഷണം ആയിരിക്കും. ഞാൻ ഇതിലുള്ളതുപോലെയാണ് വായിക്കുന്നത്. ദിയാകൃഷ്ണ പ്രസവിക്കുന്നതുമായിട്ടുള്ള വാർത്ത വന്ന സമയത്ത് അതിൽ വരുന്ന കമന്റുകളാണ്. അടുത്തത്, അതുകൊണ്ട് നാളെ ലോകം മുഴുവൻ ഞായറാഴ്ചയായിരിക്കും. അടുത്ത കമന്റ്, ഇത്രയും കരുതൽ മാധ്യമങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് ഹോം നേഴ്സിനെ നിർത്തേണ്ടി വരില്ല. അടുത്ത കമന്റാണ്, നാളെ പൊതു അവധി കൊടുത്തു. അടുത്ത കമന്റാണ്, അങ്ങനെ കേരളത്തിലും ആദ്യമായി ഒരു പ്രസവം നടന്നു. അങ്ങനെ ഒരുപാട് ആളുകളാണ്. ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രസവമല്ലല്ലോ, ഓരോ പോയത്തരങ്ങൾ. അതായത് സ്ത്രീകൾ പ്രസവിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് കണക്ക് കൂട്ടുന്ന സകലരും ഇത്തരത്തിൽ തന്നെ ഇതിനെ കാണുകയുള്ളൂ. ഇത്തരം ആളുകളാണ് നമ്മുടെ കേരളത്തിന്റെ അപകടം, കേരളത്തിലെ പൊതുശല്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷിംന അസീസ് രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയൽ ആണ്. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ചോരയും സ്രവങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിന്റെ കൈ പിടിച്ച് കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോട് എനിക്ക് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്തു പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ്. അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ്റ്റ് പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങളെ കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം കാണിക്കാൻ പാടില്ലാത്തതെന്നും ആ വീഡിയോയിൽ ഇല്ല. ചൊറിയുന്നവർ ചൊറിഞ്ഞോണ്ടിരിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ. ഇരുട്ടറയിൽ പേടിച്ചരണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ചു പലപ്പോഴും തനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്തു നൊന്നു കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിന്റെ ചൂടുള്ള അനുഭവം. ഫൈനൽ MBBSന്റെ ഗൈനക്കോളജി പോസ്റ്റിങ്ങിനിടയ്ക്ക് തന്നെ കൂട്ടുകാരോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചിരിച്ചു കളിച്ചു ടേബിളിൽ കിടന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സിസേറിയൻ ചെയ്ത ഒരു മനസ്സിന് കുളിരുള്ള അനുഭവം ഇവിടെയുമുണ്ട്. ഒരു തരി ആദ്യമോ ആശങ്കയോ പേരിന് പോലും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് മെഡിസിന് ചേരും മുന്നേയുള്ള ആദ്യ പ്രസവത്തിൽ 22ാം വയസ്സിൽ 11 മണിക്കൂർ ലേബർ റൂമിൽ വേദന സഹിച്ച് കിടക്കേണ്ടി വന്നു.
പ്രസവം പുരോഗമിക്കാനുള്ള രീതിയിലല്ല കുഞ്ഞിന്റെയും തലയും എൻ്റെ ഇടുപ്പും തമ്മിലുള്ള അനുപാതം എന്ന കാരണത്താൽ സിസേറിയൻ വേണ്ടി വന്നേക്കാമെന്ന സൂചന ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. വളരെ ദയയുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ. അന്ന് പോകെ പോകെ കുഞ്ഞിന്റെ അനക്കം കുറയുന്നത് പോലെ തോന്നി എമർജൻസി സിസേറിയനിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ OP തിരക്കുകളായിരുന്ന നേരത്ത് മനുഷ്യ പറ്റില്ലാതെ സിസ്റ്റർമാരുടെ ചീത്തവിളി കേട്ട് മനസ്സ് തളർന്നു പോയിട്ടുണ്ടെന്ന് അതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ സ്റ്റാഫിനെതിരെ അന്ന് പരാതി എഴുതി അയച്ചിരുന്നു. ഹോസ്പിറ്റൽ അന്ന് ആ സ്റ്റാഫിനെതിരെ നടപടി എടുത്തിരുന്നതായും അറിയാം. രണ്ട് രീതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചുള്ള നേരനുഭവമുണ്ട്. ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദന അറിയാൻ അവർ കാരണമാകട്ടെ. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ കുടുംബത്തിലേക്ക് പിറന്നു വീണ ആണൊരുത്തൻ നിയോമിനി എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. ദിയക്കും കുടുംബത്തിനും നന്മകൾ വർഷിക്കട്ടെ. ജീവിതത്തിലെ നിറങ്ങൾ ലോകം അറിയുക തന്നെ ചെയ്യട്ടെ. സ്നേഹം, ഡോക്ടർ ഷിംന അസീസ്. വളരെ വ്യക്തമാക്കിക്കൊണ്ട് ആ ഒരു പ്രസവം കൊണ്ട് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് എന്ന് ഒരു ഡോക്ടർ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാൾ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇവിടെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അതിലൊരു കമന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് കാണാനിടയായിട്ടുണ്ട്. ഇതൊക്കെ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ നടക്കുക എന്നുള്ളത്. അത്തരം സകല സാധാരണക്കാരോടും മുന്നോട്ട് വെക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്, നിങ്ങളൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ? ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും നടപ്പിലാക്കാൻ സാധിക്കും. അതിന് ബുദ്ധിയും വിവേകവും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരികളെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇടതിനെയും വലതിനെയും തിരഞ്ഞെടുത്താൽ കെട്ടിടം തകരുന്ന തരത്തിലുള്ള ആരോഗ്യ മേഖലയെ നമുക്ക് ഉണ്ടാവൂ എന്നുള്ളത് സകല ആളുകളും ബോധത്തോടുകൂടി തിരിച്ചറിയുക. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ സൗകര്യങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നടപ്പിലാക്കാവുന്നത് മാത്രമാണ്. അതിന് ആ ഒരു മികവും അതിന് ഊന്നലും കൊടുക്കുന്ന ആളുകളെ സാധാരണക്കാർ തിരഞ്ഞെടുത്താൽ മാത്രം മതി. ഈ ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട പ്രസവത്തെ എങ്ങനെയാണ് കേരള പൊതുസമൂഹം സ്ത്രീകൾ ഏറ്റെടുത്തത് എന്ന് ഒരു സ്ത്രീ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ എടുത്തു പറയാണ്, ഇവരോട് വീഡിയോയിൽ കൊടുക്കുമെന്നൊന്നും പറഞ്ഞിട്ട് ചോദിച്ചതല്ല, മറിച്ച് ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടു. എനിക്ക് തോന്നുന്നു അത് ഏകദേശം 10-55 മിനിറ്റോളം ഉണ്ട്. വലിയ വീഡിയോ ആണ്. അത് ഫുള്ള് കണ്ടില്ല, കുറച്ചിങ്ങനെ അങ്ങോട്ട് സ്കിപ്പൊക്കെ ചെയ്തിട്ടൊക്കെ കണ്ടു എടുത്തു. അതിനകത്ത് എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അതൊരു നല്ല വീഡിയോ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡെലിവറി മാത്രം നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നത്, വേറെയൊക്കെ വീഡിയോ ആയിട്ട് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഡെലിവറി എന്ന് പറയുന്നതാണല്ലോ മറ്റുള്ളവർക്ക് കാര്യമായിട്ട് അറിയാത്ത കാര്യം. ഭർത്താവിനും ഭാര്യയ്ക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ ഡെലിവറി. അതാണ് അവരിട്ടിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിന് എന്തോ ഒരു ഇഞ്ചക്ഷനോ മറ്റോ എടുത്തിരുന്നു, എപ്പിഡ്യൂറൽ അങ്ങനെ എന്തോ പറഞ്ഞൊരു പെയിൻ അറിയാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തതുകൊണ്ട് തന്നെ അതിന് പെയിൻ പൊതുവെ കുറവായിരുന്നു. സാധാരണ ഒരു നോർമൽ ഡെലിവറിക്കുള്ള അത്രയും പെയിൻ അത് അനുഭവിച്ചിട്ടില്ല. അത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, പ്രസവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചുമ്മാതെ ഈ സാധാരണ നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ പ്രസവിക്കാൻ കിടക്കുന്ന ഒരു ലേബർ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അവിടെ കിടന്ന് നമുക്ക് പെയിൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പെയിൻ ഒന്ന് വന്ന് നമുക്ക് കരയാൻ തോന്നുന്നതിന് മുമ്പ് നമ്മളെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് ചുറ്റും കാണുന്നത്. അതിഭയങ്കര നിലവിളികളും സിസ്റ്റർമാരുടെ ഷൗട്ടിങ്ങും അവരുടെ മുഖവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഈ കൊച്ചിൻ്റെ കാര്യം നോക്കൂ, അതിൻ്റെ ഭർത്താവ് മാത്രമല്ല അമ്മയും സഹോദരിമാരും എല്ലാവരും നിൽക്കുമ്പോൾ ഭയങ്കര അതിന് കാണുന്ന എല്ലാം പരിചയമുള്ള മുഖങ്ങളും സ്നേഹമുള്ള മുഖങ്ങളും അതിനോട് സ്നേഹമായിട്ടേ അവർ ഇടപെടും. അത്രയും സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ അവർക്ക് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. വളരെ വൃത്തിയുള്ള അന്തരീക്ഷം. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞാണ് ഭൂമിയിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലെ പോലെ അത്രയും കെയർ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇവരാരും ഒരു സാധാരണ നോർമൽ ഡ്രസ്സിൽ തന്നെ ചെന്നങ്ങ് നിന്നതിനോട് ഒരു ചെറിയൊരിത് തോന്നി. ഹോസ്പിറ്റലുകാർക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഡ്രസ്സ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതല്ലാതെ എനിക്ക് വേറെ അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. എല്ലാവരും അറിയട്ടെ,
ഈ മക്കളെ ഉപേക്ഷിക്കുന്നവരും അമ്മമാർ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളും വെളച്ചിലൊഴിച്ച മക്കളും എല്ലാ മക്കളും ഒന്ന് അറിയട്ടെ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നതെന്ന്. അത് ഈവൻ നോർമൽ ഡെലിവറിക്ക് മാത്രമല്ല, സിസേറിയൻ ആണെങ്കിൽ പോലും അതിനും പെയിൻ തന്നെ ആണല്ലോ. നോർമൽ ഡെലിവറിയുടെ പെയിൻ എന്ന് പറയുന്നത് ആ ഒരു കുറച്ച് മണിക്കൂർ കൊണ്ട് കഴിയും. സിസേറിയൻ എന്ന് പറയുന്നതിൻ്റെ പെയിൻ കുറച്ച് മണിക്കൂർ കൊണ്ടൊന്നും കഴിയില്ല, അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഏകദേശം മേ ബി എനിക്ക് തോന്നുന്നു 4-5 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടാവും. പിന്നെ അതിനുശേഷം വേദന കുറഞ്ഞു വരും. അങ്ങനെ ഏത് പ്രോസസ്സാണെങ്കിലും ഡെലിവറി എന്ന് പറയുന്നത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനെ ശരിക്കും സുഖപ്രസവം എന്നൊന്നും പറയേണ്ട കാര്യമില്ല, നോർമൽ ഡെലിവറി എന്നങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ കേട്ടില്ലേ, ഇതുപോലെ കേരളത്തിലെ ഓരോ സ്ത്രീകളും ആ ഒരു വീഡിയോ, ദിയാ കൃഷ്ണയുടെ പ്രസവമൊക്കെയായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നു. 80 ലക്ഷത്തോളം ആളുകളാണ് ഇതിനോടകം തന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ത്രീ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമ്മമാരെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളൊക്കെ ഇത് കാണട്ടെ, വിളച്ചിലുള്ള പറഞ്ഞത് കേൾക്കാതെ മുന്നോട്ട് പോകുന്ന മക്കളൊക്കെ ഇത് കാണട്ടെ എത്രത്തോളം. അതേപോലെ തന്നെ എടുത്തു പറയുന്നു, സുഖപ്രസവം എന്ന് പറയുന്നത് ഇതാണ് എന്ന്. നമ്മളൊക്കെ തന്നെ പ്രസവം എങ്ങനെയാണ്, ആ സുഖപ്രസവമായിരുന്നു, നമ്മൾ എന്താ കരുതുക, ആ സുഖത്തിൽ പ്രസവിച്ചു കഴിഞ്ഞു എന്ന്. ഒരു സുഖപ്രസവത്തിൻ്റെതാണ് നമ്മൾ കണ്ടത്. എത്രത്തോളം വേദന സഹിച്ചിട്ടാണ്. ശരിയാണ്, ഒരുപാട് സ്ത്രീകൾ ഇവിടെ പ്രസവിക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിയാ കൃഷ്ണ ചെയ്തിട്ടുള്ളൊരു വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാ. ഒരുപാട് പെൺകുട്ടികൾക്ക്, ഒരുപാട് യുവാക്കൾക്ക്, ഒരുപാട് ആൺകുട്ടികൾക്ക്, ഒരുപാട് പുരുഷന്മാർക്ക് എന്താണ് പ്രസവം എന്നതിന്റെ നേർ ചിത്രം മുന്നോട്ട് വെച്ചു കൊടുത്തു. ഒരു ഡോക്ടർ തന്നെ രംഗത്തെത്തി പറയാ, ഇത് ഒരുപാട് പഠിക്കാനുണ്ട് ആ പ്രസവം എന്നുള്ളത്. ഇത് വലിയൊരു മാറ്റം തന്നെയാണ് ദിയാ കൃഷ്ണ കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഉൾക്കൊള്ളാതെ ഒരുപാട് ആളുകളുണ്ട്, സകലതിനെയും എതിർക്കുന്ന, സ്ത്രീകളെ പ്രസവിക്കുന്ന ഒരു മെഷീനായിട്ട് കാണുന്ന, അവരിപ്പോഴും ഇതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കുക. അത്തരം ആളുകളെ കോർത്ത് വളരെ പുച്ഛമാണ് തോന്നുന്നത്. ദിയാ കൃഷ്ണയും അവരുടെ കുടുംബത്തിന്റെ ഐക്യമൊക്കെ കാണുമ്പോൾ അതല്ലേ ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കുടുംബം എന്നൊക്കെ പറയുന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവാനല്ലേ ഏതൊരാളും ആഗ്രഹിക്കുന്നത്. ആ ദിയാ കൃഷ്ണക്കും അവരുടെ കുടുംബത്തിനും മലയാളികളിലേക്ക് വലിയൊരു മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചതിന് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.